ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ചാപ്റ്റർ 2 അതായത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങളിലെ ലെറ്റസ് എസ് അതിലുള്ള വിലയിരുത്താമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ 2 വീഡിയോയിൽ നമ്മൾ ഏതൊക്കെയാണ് ചലന സമവാക്യങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി അതിൻ്റെ വിലയിരുത്താമൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഒരു ഗ്രാഫ് വരക്കാനുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണിത്. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ഒരു 2-3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എളുപ്പമുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ്. സ്ഥാന സമയ ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടൈം തന്നിട്ടുണ്ട് 0, 3, 6, 9 എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് വസ്തുവിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, സ്ഥാനം എവിടെയായിരിക്കും? 0 ആകുമ്പം 0, 3 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 5 മീറ്റർ, 6 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 10 മീറ്റർ, 9 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 15, 12 സെക്കൻഡ് 20, 15, 25, 18 സെക്കൻഡ് ആയിരിക്കുമ്പം 30 മീറ്ററിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു ഗ്രാഫ് എടുത്തു. ഒരു ഗ്രാഫ് വരയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഒരു ഗ്രാഫിന് 2 അക്ഷങ്ങളുണ്ട്, ആക്സിസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആക്സിസ് ആണ്, മറ്റൊന്ന് വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളത് എക്സും കുത്തനെയുള്ളത് വൈ ആക്സിസുമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു എക്സ് അക്ഷം വരച്ചു, നെക്സ്റ്റ് ഒരു വൈ അക്ഷം. ഇനി അതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എക്സും വൈയും ഇവിടെ കൂട്ടിമുട്ടുന്നൊരു സ്ഥലമുണ്ട്, ഈ സ്ഥലം. അതിന് നമ്മൾ ഒറിജിൻ എന്നാണ് പറയുക, അതായത് മൂലബിന്ദു. അപ്പം അതിന് ഞാൻ O എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മളിവിടെ ടൈമിനെയാണ് നമ്മൾ ആധാരമാക്കി എടുക്കുന്നത്, അല്ലേ? പൊസിഷൻ മാറുന്നത് ടൈമിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ബേസിക് ഏതാണ്? ടൈമാണ്. അപ്പോൾ അതാണ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? എക്സ് അക്ഷത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ സ്ഥാനം എവിടെ എടുക്കണം? വൈ അക്ഷത്തിൽ. അപ്പോൾ ഏതിനെയാണോ ബേസാക്കി എടുക്കുന്നത് അത് നമ്മൾ എക്സിൽ കൊടുക്കണം എന്നർത്ഥം. ഇനി ഞാനിവിടെ ടൈം അടയാളപ്പെടുത്തി. ഇപ്പോൾ ഈ ഒരു കള്ളി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്കിവിടെ 3, 6, 9, 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ ഈ ടേബിളിൽ തന്നത് തന്നെയാണ്. ഇനി അടുത്തത് വൈ അക്ഷത്തിൽ, വൈ ആക്സിസിൽ 5, 10, 15, 20, 25, 30 ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി അടുത്ത നമ്മൾ എഴുതേണ്ട ഇവിടെ എത്രയാണ് സ്കെയിൽ എടുത്തത്. തോത് നമുക്ക് പല വിധത്തിലെടുക്കാം, നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി തോത് നമുക്കിങ്ങനെ 6 - 3 അല്ലേ, 9 - 6 3. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 3 സെക്കൻഡിലാണ് ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അലോങ് എക്സ് ആക്സിസിൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഏതിന് ഈക്വലാണ്? 3 സെക്കൻഡാണ്. വൈ ആക്സിസിലോ എത്ര ഡിഫറൻസ്? 5ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 5 മീറ്റർ എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കുക. 0, 0 ആയിരിക്കുമ്പം എവിടെ ആയിരിക്കും അതിൻ്റെ സ്ഥാനം? ഇവിടെ ഒരു ഡോട്ട് ഇടുക. ഓക്കെ, 3 ആയിരിക്കുമ്പോൾ പൊസിഷൻ 5ലായിരിക്കും. 6 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 10, 9 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 15, പിന്നെ 12 സെക്കൻഡ് ആയിരിക്കുമ്പം 20, പിന്നുള്ളത് 15 സെക്കൻഡ് ആയിരിക്കുമ്പം 25, 18 സെക്കൻഡ് ആയിരിക്കുമ്പോൾ 30. ഇങ്ങനെയാണല്ലോ കിട്ടുക. ഇനി ഞാനിത് എന്താക്കാൻ പോവാണ്? ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഡോട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു ലൈനാണ് കിട്ടുക, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു യൂണിഫോം ആയിട്ടാണ് പോകുന്നത്, അല്ലേ? ഇവിടെ ഏത് പോയിൻ്റ് നമ്മൾ എടുക്കുന്നോ, ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തു, ഇവിടെ 6 എടുത്തു, അല്ലേ? 6, ഇവിടെ 10. അപ്പോൾ നമ്മൾ 10/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/3 അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് 3 ഉള്ളത്? ഇവിടെ 5/3. അപ്പോൾ ഏതാണെങ്കിലും ഇവിടെ നമുക്കറിയാം ഇതൊരു സമത്വരണമാണ്, അതായത് യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു എക്സ് ആക്സിസ്. തിരശ്ചീനമായിട്ട് എക്സിന് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇതിൻ്റെ നേച്ചർ. ക്ലിയർ? ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരക്കുന്നത്. അടുത്തത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗ്രാഫ് വരക്കാൻ തന്നെയാണ്. ഡ്രോ ദ സ്പീഡ് ടൈം ഗ്രാഫ്, അതായത് വേഗസമയ ഗ്രാഫാണ് വരക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 0 ടൈം ആയിരിക്കുമ്പം വേഗത സ്പീഡ് 10 ആയിരിക്കും, 2 ആയിരിക്കുമ്പോൾ 15 ആയിരിക്കും, 4 സെക്കൻഡ് ആയിരിക്കുമ്പം
20 ആയിരിക്കും മീറ്റർ/സെക്കൻഡ് ആയിരിക്കും സ്പീഡ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്രാഫ് എടുത്തു. ഫസ്റ്റ് നമ്മൾ ഗ്രാഫിൽ എന്താണ് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തു. അത് രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒറിജിൻ എന്ന് പറയും ഇവിടെ, അതായത് മൂലബിന്ദു എന്ന് പറയും. ഇനി അടുത്തത് നമ്മൾ ഏതിനെയാണോ ഞാൻ പറഞ്ഞു ബേസ് ചെയ്തെടുക്കുന്നത്, ഇവിടെ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് സ്പീഡ് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ് ആക്സിസിൽ എന്തെടുക്കണം, ടൈം എടുക്കണം. അപ്പോൾ ടൈം വൈ ആക്സിസിലാണെങ്കിലോ വൈ അക്ഷത്തിൽ നമ്മൾ വേഗം സ്പീഡുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടൈം സെക്കൻഡിൽ എടുത്തു. എങ്ങനെ മാർക്ക് ചെയ്തു? 0 എന്നാണ് തുടങ്ങുന്നത്. 2, 4, 6, 8, 10. അതുപോലെ സ്പീഡ് 5, 10, 15, 20 ആണ്. ഓക്കെ, ഇവിടെ സ്കെയിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇവിടെ 2ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് 5 ആണ് അല്ലേ? ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 5 മീറ്റർ/സെക്കൻഡ് ആണ് 1 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് 0 ആയിരിക്കുമ്പം 10 ആണ് അല്ലേ? അതായത് അത് മാറ്റമുണ്ട്. നേരത്തേലൊക്കെ സമയം 0 ആയിരിക്കുമ്പം സ്പീഡ് അതായത് സ്ഥാനം എന്തായിരുന്നു? 0 ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? അതിൽ 0, 10 എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇനി 2 സെക്കൻഡ് ആയിരിക്കുമ്പം എവിടെ ആയിരിക്കും? 15 എന്നുള്ളിടത്താണ് വരിക. സ്പീഡ് 15. ഇനി 4 ആണെങ്കിലോ? 4 ആണെങ്കിൽ അവിടെ 20. 6 ആണെങ്കിലും ഇവിടെ മാറ്റമല്ല എന്നാണ് പറഞ്ഞത്. സ്പീഡിന് സെയിം സ്പീഡാണ്, 20 ആണ്. അതുപോലെ 8 ആയിരിക്കുമ്പം സമയം സ്പീഡ് എത്രയാണ്? 20 തന്നെയാണ്. ഇനി 10 ആയിരിക്കുമ്പോഴോ 15, പിന്നെ അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത് വരച്ചു, ഇനി ഡോട്ട് ഇട്ടു. ഇനി നമ്മൾ എന്താക്കണം? ഇവിടെ ഇത് വരക്കണം. അപ്പോൾ വരക്കുമ്പോൾ അത് ജോയിൻ ചെയ്യുക. 10 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 10 മുതൽ 20 വരെ നമ്മൾ ആദ്യം ഒന്ന് വരച്ചു. അത് കഴിഞ്ഞു ഇനി അടുത്ത 20 മുതൽ ഇങ്ങനെ, ഇതിന് മാറ്റമില്ല. ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് നോക്കണം നിങ്ങൾ. അടുത്തത് ഇതിൻ്റെ മാറ്റം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് ഇതിന് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുന്നതൊക്കെ വ്യത്യാസമുള്ളതാണ്, സമചലനത്തിലല്ല പോകുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്രാഫ് പരിശോധിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എക്സാമിൻ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കി അറിയാം ഇത് ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതായത് പ്രവേഗം തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം ക്വസ്റ്റ്യൻ: വസ്തുവിൻ്റെ ചലനം സമചലനമോ അസമചലനമോ എന്നാണ്. ഈസ് ദ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? ഇത് നോക്കിയാൽ തന്നെ അറിയാം. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേ സമയം കൊണ്ട് ഒരേ പ്രവേഗമാണ് മാറുന്നതെങ്കിൽ അതാണ് എന്ത്? യൂണിഫോം. ഇത് മോഷന് സമമാണോ? ഇവിടെ വരെ ഒരു രീതിയിലാണ് ഗ്രാഫ് ഉള്ളത്, ഇവിടെ വരെ അത് താഴോട്ട് കുറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ് വരിക? ഒരു അസമചലനമാണെന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് എ നോൺ യൂണിഫോം മോഷനാണ്. ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വസ്തുവിന് O മുതൽ A വരെ സമത്വരണമാണോ A മുതൽ B വരെയോ? രണ്ട് ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ O മുതൽ A വരെ സമത്വരണമാണ്, അതായത് യൂണിഫോം ആക്സിലറേഷൻ ആണോ അതോ A to B വരെ യൂണിഫോം ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കറിയാം ത്വരണം, അതായത് ആക്സിലറേഷൻ കണ്ടെത്താൻ എന്താക്കിയാൽ മതി? y/x ചെയ്താൽ മതി. ഇവിടെ y എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് സമത്വരണമാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 2, 4 ആണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ ചെയ്യാം? 2/4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/2 അല്ലേ? അതായത് 0.5 ആണ് കിട്ടുക. ഇനി ബാക്കി ഓരോന്നും നോക്കുക. ഈ ഗ്രാഫിൽ ഞാൻ 1 എന്നുള്ള പോയിൻ്റ് എടുത്തു. അതായത് 1 സെക്കൻഡ് ആയിരിക്കുമ്പം ഇതിൻ്റെ നേരെ 0.5 ആണ്.
അതായത് 1 സെൻറ്റിമീറ്റർ ഇവിടെ വ്യത്യാസം 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരെ നോക്കിയപ്പോൾ ഇവിടെ 0.5 ആണ്. അപ്പോൾ 0.5/1 എത്ര? 0.5 ആണ്. അടുത്ത പോയിൻ്റ് എടുക്കുക. 2 സെക്കൻഡ് ആയപ്പോൾ ഇതിൻ്റെ നേരെ 1 ആണ് അല്ലേ? അപ്പോൾ 1/2 ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്നും ആക്സലറേഷൻ കാണുക കേട്ടോ. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 0.5 അരയാണ്. 1.5/3 എടുത്തു. അപ്പോൾ 3ൽ 1.5 2ആണ് ഉള്ളത്. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 0.5 ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നിങ്ങൾക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും 2/4 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 0.5. ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ കിട്ടുന്ന ആക്സലറേഷൻ, അതായത് ത്വരണം സെയിം അല്ലേ? 0.5 0.5 0.5. അപ്പോൾ നമുക്ക് O മുതൽ A വരെയുള്ളത് എന്തായിരിക്കും? അത് സമത്വരണത്തിലാണെന്ന് പറയാം. അതായത് തുല്യ സമയം കൊണ്ട് തുല്യ പ്രവേഗ മാറ്റമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് പറയാം. ഇനി വാട്ട് അബൌട്ട് A to B? A to B ആണെങ്കിലോ ഇതുപോലെ കിട്ടുമോ? ഇവിടെ നമുക്കറിയാം ഇവിടെ സമത്വരണത്തിൽ ഇങ്ങനെ ത്വരണം കൂടുകയാണ്, സ്പീഡ് ഇങ്ങനെ പ്രവേഗം കൂടിക്കൂടി വരികയാണ്. പക്ഷേ A to B നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ കുറഞ്ഞ് വരുമ്പോൾ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? ഇവിടെ സമമന്ദീകരണമാണ് ആക്ച്വലി നടക്കുന്നത്. അതായത് യൂണിഫോം റിട്ടാർഡേഷനാണ് നടക്കുന്നത്, കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരേ ഈക്വൽ എമൗണ്ടിലാണ് കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ A to B നിങ്ങൾക്ക് സമത്വരണത്തിലാണെന്ന് പറയാം. ആക്ച്വലി ഇത് കുറയുന്നതായതുകൊണ്ട് സമമന്ദീകരണമാണ്, അതായത് യൂണിഫോം റിട്ടാർഡേഷനാണ്. റിട്ടാർഡ് ചെയ്യാൻ കുറയും, അത് A to B വരുന്നത്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ അനലൈസിങ് ദ ഗ്രാഫ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു പ്രവേഗ സമയം, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാഫിൽ വസ്തുവിൻ്റെ ഒബ്ജക്റ്റിൻ എവിടെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നേച്ചർ, ചലനത്തിൻ്റെ സ്വഭാവവും തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ദ ഗ്രാഫും നേച്ചർ ഓഫ് ദി മോഷനുമാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത്. ഇത് സംഗതി എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. 1ാമത്തെ കേസിൽ ഇവിടെ ഒരു ലംബകോണം, അതായത് ട്രപ്പീസിയമാണുള്ളത്. ഫ്രം A to B, അതായത് A മുതൽ B വരെയുള്ളതിൻ്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇങ്ങനെ പ്രവേഗം, അതായത് വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A മുതൽ B വരെ, അല്ലെങ്കിൽ A to B വെലോസിറ്റി ഇൻക്രീസസ്. കൂടുതൽ ചെയ്യുന്നത് ആദ്യം 1 സെക്കൻഡ് ആയിരിക്കും 1, 2 സെക്കൻഡ് ആകുമ്പോൾ 2, അങ്ങനെ കൂടിയാണ് ഇവിടെ 3 വരെ എത്തുന്നത് അല്ലേ? അപ്പോൾ 3 എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് B മുതൽ C വരെ, അതായത് ഫ്രം B to C ആയിരിക്കുമ്പോൾ വെലോസിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്നു? അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രവേഗം കൂടുന്നു എന്ന് പറഞ്ഞു. 2ാമത്തെ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ സമയം 2 സെക്കൻഡ് ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. 3 സെക്കൻഡിലും 3 തന്നെയാണ്, 4 സെക്കൻഡിലും 3 തന്നെ. അതായത് ഇവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു പാരലൽ ലൈനാണ് നമുക്ക് കിട്ടുന്നത്. എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ. അപ്പോൾ ഇവിടെ എന്തിനും മാറ്റമുണ്ടോ? പ്രവേഗത്തിന് ഇവിടെ മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രം B to C ആണെങ്കിൽ നോ ചേഞ്ച്, അതായത് വെലോസിറ്റിയിൽ ഒരു മാറ്റവും ഇല്ല, അതായത് പ്രവേഗം മാറ്റമില്ല. ഓക്കെ, ഇനി C to D. അപ്പോൾ ഇവിടെ ത്വരണം ഉണ്ടാവുന്നില്ല, അതായത് ഇവിടെ ഒരു ത്വരണത്തിന് മാറ്റമില്ല. അതായത് ത്വരണം ഉണ്ടാവണമെങ്കിൽ എന്ത് മാറണം? പ്രവേഗം മാറണം. വെലോസിറ്റി മാറ്റം ഉണ്ടെങ്കിലാണ് ദാറ്റ് ഈസ് ആക്സിലറേഷൻ അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഈ B to Cയിൽ നടക്കുന്നില്ല എന്നർത്ഥം. ഇനി അടുത്ത് നോക്കുക C to D. C to D ഇങ്ങനെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. പ്രവേഗം ഇവിടെ എത്തുമ്പോൾ 3 ആയി, 2 ആയി, ഇവിടെ എത്തുമ്പോൾ 1 ആയി. അപ്പോൾ ടൈം ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് പ്രവേഗം എന്താണ്? കുറഞ്ഞു വരിക, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? ഫ്രം C to D ആണെങ്കിൽ വെലോസിറ്റി ഡിക്രീസസ്, അതായത് പ്രവേഗം കുറയുന്നു എന്ന് പറയാം. ഇതാണ് 4ാമത്തെ
ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രാഫ് നോക്കിയാൽ എങ്ങനെ കണ്ടെത്തണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, വിലയിരുത്താനുള്ള അഞ്ചാമത്തതാണ്. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ, ത്വരണവും ട്രെയിന് എത്ര ദൂരമാണ് സഞ്ചരിച്ചതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഈസ് 72 km/h ആണ്, ആഫ്റ്റർ 5 minutes ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദിസ് ടൈം. നമുക്കറിയാം, ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നത്? ഇവിടെ തന്നിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതായത് ഫ്രം റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ റെസ്റ്റ് ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും എന്നറിയാം നമുക്ക്. ആദ്യ പ്രവേഗം 0. ഇനി ഇവിടെ എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി? സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര km/h ആണ്? 72 km/h ആണ്. ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് നമ്മളിവിടെ 20 m/s ആണ് എടുക്കുന്നത്. അതെങ്ങനെ കിട്ടുന്നതെന്ന് പറയാം. നമ്മൾ സാധാരണഗതിയിൽ ബേസിക് യൂണിറ്റിലാണ് പറയാറ്. നമുക്കറിയാം നീളത്തിൻ്റെത് ദൂരത്തിൻ്റെതൊക്കെ പ്രധാനമായിട്ട് മീറ്ററിലാണ് പറയാറ്, അടിസ്ഥാന യൂണിറ്റ്. അതുപോലെ സമയത്തിൻ്റെ നമ്മൾ ഹവറിലല്ല സാധാരണ പറയാറ്, സെക്കൻഡാണ് പറയാറ്. അപ്പോൾ 72 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അടിസ്ഥാന യൂണിറ്റിലേക്ക് മാറ്റിയിട്ടാണ് പറയാം. അതിനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ 72നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ 72 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്ററാണ്. അപ്പോൾ മീറ്റർക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ 1000 ബൈ ഹവർ എന്ന് പറയുമ്പോൾ 1 ഹവറിൽ 60 മിനിറ്റ്സ് ആണ് അല്ലേ? 60 മിനിറ്റ്സ് ആണുള്ളത്. 60 മിനിറ്റ്സിൽ 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമുക്കിവിടെ 5/18 കിട്ടും. അപ്പോൾ ഞാൻ ഈ 72നെയാണ് നമുക്ക് km/h നിന്ന് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മീറ്റർ/സെക്കൻഡിലേക്ക് മാറും. അതാണ് 20 m/s. ഈ ക്വസ്റ്റ്യനിൽ ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം? ഇതിനെ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, മീറ്റർ/സെക്കൻഡിനെ km/h കണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലുണ്ട്, ഉൽക്രമം കൊണ്ട് ഗുണിക്കുക, 18/5. അപ്പോൾ ഇവിടെ പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി ബ്രാക്കറ്റിൽ 20 m/s എന്ന്. ഓക്കെ, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി ടൈം ഇവിടെ 5 minutes ആണ്, മിനിറ്റ് അല്ല ടൈമിൻ്റെ ബേസിക് യൂണിറ്റ്. അപ്പോൾ അതിന് എന്തൊക്കെ മാറ്റണം? സെക്കൻഡാണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ 5 × 60. എത്ര കിട്ടും? 300 സെക്കൻഡ്, 300 സെക്കൻഡ് കിട്ടും. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി, ഫൈനൽ വെലോസിറ്റി കിട്ടി, ടൈമും കിട്ടി. ഇനി നമുക്കിവിടെ കാണാൻ എളുപ്പമാണ് ആക്സിലറേഷൻ, ത്വരണം കണ്ടെത്തണം. അതുപോലെ എസ് അറിയാലോ, നമുക്ക് എ കണ്ടെത്താനുള്ള സമവാക്യം പണ്ടേ പഠിക്കുന്നതാണ്. ത്വരണം കണ്ടെത്താൻ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്, v-u/t. ഇനി അത് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്ത് നോക്കാം. എത്ര കിട്ടും? v എന്ന് പറയുന്നത് 20 - 0/t നമ്മളിവിടെ മാറ്റി, 300 സെക്കൻഡ് ഈക്വൽ ടു 20/300 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താക്കാം? ഇവിടെ ഒരു 0 ഉണ്ട്, താഴെ ഇവിടെ ഒരു 0 ഉണ്ട്, അതിന് രണ്ടിനും ക്യാൻസൽ ചെയ്യാം. ബാക്കി 2/30 ആണുള്ളത്. ഈ 2/30ൽ 2 എത്ര ടൈം പോവും? ഇവിടെ ഒരു ടൈം, 30ൽ 15. ഓക്കെ, അപ്പോൾ നമുക്ക് 1/15 m/s² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? എസ് കണ്ടെത്തണം. അനുസരിച്ചിട്ട് S = ut + ½ at². ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമവാക്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? എ അറിയാം, വി അറിയാം, യു അറിയാം. എസ് കണ്ടെത്താൻ തേർഡ് ഇക്വേഷൻസ് ഓഫ് മോഷനും ഉപയോഗിക്കാം. അതായത് v² = u² + 2as. 2 ചെയ്താലും ആൻസർ സെയിം ആണ് കിട്ടുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u 0 × t എന്ന് പറഞ്ഞത് 300
പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം 1/15 കൊടുത്തു ഇൻറ്റു ടി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സ്ക്വയർ ഉണ്ട്, അപ്പം 300 ഹോൾ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ഇനി അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 0 ഗുണിച്ച് കഴിഞ്ഞാൽ 0 പ്ലസ് ഇവിടെ താഴെ 2 × 15 ആണുള്ളത്, 30 ആയി മാറും. ഇവിടെ 300ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്, സോറി 90,000 ആണ്. അപ്പോൾ 90,000/30 അല്ലേ? ഇനി ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ എന്താക്കിയാൽ മതി? ഇവിടെ 0, ഇവിടെ താഴെ ഒരു 0 ഉണ്ട്, മുകളിൽ ഒരു 0 ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി 3 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 1 ടൈം, ഈ 9ൽ 3 എത്ര തവണ പോവും? അവിടെ 3 ടൈംസ് ആണ്, 3 എഴുതാം നമുക്ക്. അപ്പോൾ 3 പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പോൾ എത്ര കിട്ടും? 3000 മീറ്റർ എന്നാണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഈ കണക്കുകൾ ചെയ്യുമ്പം അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴൊന്നും മാറരുത്. ഇനി നമുക്ക് മറ്റു രൂപത്തിൽ, അതായത് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാം, പക്ഷേ ആൻസർ കിട്ടുന്നത് സെയിം ആയിരിക്കും. ഇവിടെ നോക്കുക, v² = u² + 2as ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളിൽ, സിറ്റുവേഷനിൽ നമുക്ക് v കണ്ടെത്തേണ്ടി വരും. എയും എസും യുവും അറിയാമായിരിക്കും. അപ്പോൾ ടി അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് v² കണ്ടെത്താൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എസ് കണ്ടെത്താൻ ഇത് പറ്റും. അപ്പോൾ ഇവിടെ നാളെ എസ് ആണ് കണ്ടെത്തുന്നത്. അപ്പോൾ വി എത്രയാണ്? വി ഇവിടെ നമുക്ക് 20 ആണ്. 20² = 0 ആണ് യു. അപ്പോൾ 0 തന്നെ കിട്ടും. പ്ലസ് 2 × a 1/15 × എസ്. എസ് ആണ് കണ്ടെത്തേണ്ടത്, അതുകൊണ്ട് എസ് അങ്ങനെ തന്നെ ഇട്ടു. 20² പറഞ്ഞാൽ 400 = ഇവിടെ 2 × എസ്, 2s/15 അല്ലേ? ഇനി 2sനെ ഇവിടെ നിർത്തുക. /15 ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? 400 × 15 = 2s. അറിയാലോ? ഇനി എന്താക്കണം? നമുക്ക് ഇവിടെ 2s ആണുള്ളത്, എസ് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എസ്സിനെ ഇവിടെ നിർത്തുക. ഇവിടെ 400 × 15 മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ 0 കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 60 കിട്ടും. ഇനി ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 20 ആഡ് ചെയ്താൽ മതി. അപ്പം 6000 കിട്ടും 2s. ഇനി എസ്സിനെ ഇവിടെ നിർത്തുക. ഇവിടെയുള്ള 2നെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്തായി മാറും? ഇവിടെ മൾട്ടിപ്ലിക്കേഷന് ഹരിക്കണം, അതായത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 6000/2 എന്നുള്ളത് കിട്ടും. അപ്പോൾ 6000/2 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് ക്യാൻസൽ ചെയ്യാൻ. 6ൽ എത്ര 2 ഉണ്ട്? 3 അല്ലേ? അപ്പോൾ അത് നമുക്ക് 3 എന്ന് എഴുതാം. ഇനി ബാക്കി 0 അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ 3000 മീറ്റർ എന്ന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ 1 ടൈം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ ഈ 2 രീതിയിൽ ചെയ്താലും ആൻസർ സെയിം ആണോ നോക്കാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതന്നെ ഉപയോഗിക്കണം എന്നില്ല, ഇത് വെച്ച് കഴിഞ്ഞാലും എസ് കിട്ടും. പക്ഷേ ഇവിടെ ടി അറിയണം, ഇതാണെങ്കിൽ നമുക്ക് ടി അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ v² = u² + 2s ഉപയോഗിക്കും. ക്ലിയർ? അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ അതേപോലെയുള്ളത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 18 km/h നിന്ന്, അതായത് 5 m/s നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 54 km/h വെലോസിറ്റിയിൽ ഉള്ള ഒരു കാറിൻ്റെ ത്വരണം, അതായത് ആക്സിലറേഷനും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്താനാണ്. എ കാർ അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 54 kg/h. അപ്പോൾ ഇവിടെ 54 kg/hനെ നമ്മൾ m/s കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? ഈ 54നെ 5/18 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 15 m/s. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അടിസ്ഥാന യൂണിറ്റ്. എത്ര സെക്കൻഡിനുള്ള? 5 സെക്കൻഡിനുള്ളിൽ ഫ്രം ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 18 km/h. ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യത്തെ ഇവിടെ അന്ത്യപ്രവേഗം തന്നിട്ടുണ്ട്, ആദ്യപ്രവേഗം തന്നിട്ടുണ്ട്. ആദ്യപ്രവേഗം 18 km/h, അതായത് 5 m/s. ഫൈനൽ വെലോസിറ്റി 15 m/s ആണ് തന്നിട്ടുള്ളത്. ഇവിടെ 5ഉം ഇവിടെ 15ഉം. ഓക്കെ, ടൈം 5 സെക്കൻഡ് തന്നെയാണ് തന്നത്, അതുകൊണ്ട് മാറ്റേണ്ട കാര്യമല്ല. മിനിറ്റ് ആണെങ്കിലാണ് അതിന് 60നെ കൊണ്ട് ഗുണിക്കേണ്ടത്. ഇനി നമുക്കിവിടെ കാണേണ്ടതൊക്കെ
ആക്സിലറേഷൻ നേരത്തെ പോലെ തന്നെ ആക്സിലറേഷൻ കാണാൻ v മൈനസ് യു ബൈ ടി. അപ്പോൾ v കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൈനസ് 5 ബൈ എത്രയാണ് സമയം? 5. അറിയാലോ 15 മൈനസ് 5 10 ബൈ 5 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ നോക്കിയറിയാം, ഇവിടെ പ്രവേഗത്തിൽ മീറ്റർ പെർ സെക്കൻഡും അടിയിലൊരു എസ്സും ഉണ്ട്. അങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. ഓക്കെ, അതായത് സ്ഥാനാന്തരം കാണണം. സ്ഥാനാന്തരം കാണാൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾക്ക് ഇവിടെ തേർഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. വി ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാം. പക്ഷേ ആൻസർ സെയിം തന്നെ ആയിരിക്കും കിട്ടുക. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എത്രയാണ്? 5 ഇൻറ്റു ടി എന്ന് പറയുന്നത് 5 പ്ലസ് ഹാഫ് ഇൻറ്റു എ 2 ഇൻറ്റു ടി എത്രയാണ്? ടി തന്നിട്ടുണ്ട് 5 സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 5 എത്ര കിട്ടും? ഇവിടെ നമുക്കിവിടെ 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 25 ആണ് അല്ലേ? 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25. അപ്പം നമുക്ക് എന്താക്കാം? ഈ അടിയിലെ രണ്ടിനെയും മുകളിലുള്ള രണ്ടിനെയും ക്യാൻസൽ അപ്പോൾ അവിടെ തന്നെ ആക്കാം. ബാക്കി 5 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ ഇത് ഈ രൂപേണേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിച്ചിട്ടും ചെയ്യാം. രണ്ടിലും നിങ്ങൾക്ക് ആൻസർ ഈക്വലാണ് കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടിയ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 50 മീറ്ററാണ് കിട്ടുക. അനലൈസ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫുകൾ നോക്കണം. എന്നിട്ട് അതിൽ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യന് ഈ 4 ഗ്രാഫിലും വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് യൂണിഫോം വെലോസിറ്റി, അതായത് സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്നാണ് ചോദ്യം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഇത് നമ്മൾ മുന്നേ പഠിച്ചു. ഇതേതാ? ഇവിടെ ഇങ്ങനെ വെലോസിറ്റി പ്രവേഗം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാണോ? അല്ല. യൂണിഫോം പറഞ്ഞാൽ സമപ്രവേഗമായിരിക്കണം. സമപ്രവേഗം പറഞ്ഞാൽ തുല്യ സമയത്തിനുള്ളിൽ പ്രവേഗം മാറാത്തത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 2 എന്നുള്ള പോയിന്റിൽ ഞാൻ എടുത്തു. 2 എന്നുള്ള പോയിന്റിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് നേരെ മുകളിലേക്ക് വരച്ച് വയ്ക്കാലും എവിടെ കിട്ടും? 20യിലാണ് അത് കിട്ടുന്നത് അല്ലേ? ഇനി 4 എന്നുള്ള സെക്കൻഡ് ആയിരിക്കുമ്പോഴും നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ പ്രവേഗം വരുന്നത്? 20. 6 എന്നുള്ള പോയിന്റിൽ അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് ഇവിടെ പ്രവേഗത്തിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ആണെന്ന് പറഞ്ഞു അല്ലേ? ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. അസമത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏത്? ഒറ്റ നോട്ടത്തിലറിയാം. ഇത് നമ്മൾ പറയാറ് സമത്വരണമാണ്. ഇങ്ങനെ എക്സിന് ഇങ്ങനെ ചെരിഞ്ഞ് തിരശ്ചീനമായിട്ടുള്ളത്. ഇതിവിടെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, മന്ദീകരണമാണ്. അപ്പോൾ ഇവിടെ വേറെ ഏതാ ഉള്ളത്? ഇതാണുള്ളത്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ പറയാൻ പറ്റും. അതായത് നോൺ യൂണിഫോം ആക്സിലറേഷൻ അല്ലാത്തത് ഇതാണ്. കാരണം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വേറെയാണ്, ഈ ഭാഗത്ത് ഇതിൻ്റെ ത്വരണം വീണ്ടും മാറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് എന്താവണം? ഈക്വൽ ആവണം, തുല്യമായിരിക്കണം. അതാണ് അസമത്വരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഗ്രാഫ് 4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ചലനം. അതായത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞതാണ് വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിങ് സ്റ്റോൺ അല്ലേ? ഫ്രീലി ഫോളിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുമ്പം നമ്മൾ പഠിച്ചു അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ, അതായത് അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ 9.8 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുക താഴേക്ക് വരും തോറും. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് സമത്വരണത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സമത്വരണമാണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലല്ല ഇതിൻ്റെ വ്യത്യാസമുള്ളത് അല്ലേ? അപ്പോൾ നിർബാധം പതിക്കുന്ന വസ്തുവിന് അവിടെ ഉണ്ടാകുന്ന ത്വരണം എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് നമ്മൾ 10 ആക്കിയിട്ട് റൗണ്ട് ചെയ്തെടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. കാരണം എന്താ? അവിടെ നോക്കൂ,
ഇവിടെ 2-ൽ നമ്മൾ എടുത്തു 2 സെക്കൻഡ് ആയിരിക്കുമ്പം ആ വസ്തുവിന് ഉണ്ടാവുന്ന പ്രവേഗം വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആണ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ത്വരണം അതായത് ആക്സിലറേഷൻ എങ്ങനെ കാണാൻ പറ്റും? ആക്സിലറേഷൻ എന്താണ്? 10/2 അല്ലേ? വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ 10/2 എത്ര? 5 കിട്ടുക. ഇനി ഈ ഒരു പോയിന്റിൽ നോക്കൂ, 4, അതായത് 4 സെക്കൻഡ് ആയിരുന്നപ്പോൾ ആ വസ്തുവിൻ്റെ പ്രവേഗം അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? 20/4 ആണ് അല്ലേ? y/x ആണ് ചെയ്യുക ഇതിൻ്റെ ആക്സിലറേഷൻ ത്വരണം കിട്ടാൻ. അപ്പോൾ 20/4 എത്രയാണ്? 5 ആണ് അല്ലേ? ഇവിടെ 10/, പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് എന്താണ്? 5 ആണ് ഒക്കെ കിട്ടുന്നത്. പക്ഷേ ഒരു നിർബാധം പതിക്കുന്ന ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് എത്രയാണ് സാധാരണഗതിയിൽ കിട്ടേണ്ടത്? 9.8 m/s² കിട്ടണം. അതായത് 10 കിട്ടണം എന്നർത്ഥം. അതിവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിൽ ഗ്രാഫിൽ 3ഉം അതിനെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതൊരു സമത്വരണമാണ്. കാരണം ഇവിടെ ഓരോ പോയിന്റിൽ നിങ്ങളിപ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് എടുത്ത് നോക്കൂ. ഇപ്പോൾ 6 ആണെങ്കിൽ കൂടെ 6 സെക്കൻഡ് ആയിരിക്കുമ്പോൾ ഉള്ള ആ വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 30-ന് നേരെ ഇതിൻ്റെ നേരെ കൂട്ടിമുട്ടുന്നതിൽ വരച്ച് നോക്കുക. അപ്പോൾ ഇവിടെ എത്രയായി? 30 ആണ്. അപ്പോൾ 30/6 എത്ര? 5 തന്നെയാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. സമത്വരണത്തിൻ്റെ ഗ്രാഫാണെങ്കിൽ ഇത് യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ കൂടെ ഇവിടെ നമുക്ക് 9.8 m/s² അല്ല കിട്ടുന്നത്. എത്രയാണ് കിട്ടുന്നത്? ഇവിടെ എല്ലാ പോയിന്റിലും എടുക്കുകയാണെങ്കിലും 5 m/s² ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഓരോ കേസ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 m/s² ആണ്. അതുകൊണ്ട് ഇത് നിർബാധം പതിക്കുന്ന വസ്തുവിനെ സൂചിപ്പിക്കുന്നില്ല. സമത്വരണം തന്നെയാണ്, പക്ഷേ ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നില്ല. ഓക്കെ.